യെസ്, നിലമ്പൂരിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. കേരള തീരത്തിനടുത്ത് ഉൾക്കടലിൽ ചരക്കിന് കപ്പലിന് തീപിടിച്ച് പരിക്കേറ്റവരെ ബംഗളൂരിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. INS സൂററ്റിലാണ് 18 പേരെയും ബംഗളൂരുവിൽ ചികിത്സയ്ക്ക് എത്തിക്കുക. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹായ് 503 എന്ന കപ്പലിനാണ് തീപിടിച്ചത്. 4 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീ ഇതുവരെ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഷിപ്പിനടുത്തേക്ക് അടുക്കാൻ പോലും സാധിക്കുന്ന സാഹചര്യമല്ല എന്നുള്ള വിവരങ്ങളുണ്ട്. ഹെലികോപ്റ്ററിന് പോലും വളരെ ബുദ്ധിമുട്ട് ഉണ്ടെന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം പുക അന്തരീക്ഷത്തിൽ പടരുന്നുണ്ട്. കൂടാതെ തന്നെ കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ വ്യാപിക്കുകയും കപ്പൽ തകരാൻ ഇല്ലെങ്കിൽ മുങ്ങാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ എന്തായാലും കത്തി നശിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന ദൃശ്യങ്ങളാണ്. കപ്പലിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി മുഴുവനായും കത്തി അമർന്ന നിലയിലാണ്. ഇത് വിഷപ്പുകയാകാനുള്ള സാധ്യതയുണ്ട്. ശ്വസിക്കുന്നതും ഇത് കടലിലേക്ക് കലരുന്നതുമെല്ലാം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അത് തീ ശമിപ്പിക്കാൻ യാതൊരു വിധത്തിലും സാധിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കപ്പൽ ഇപ്പോഴും കടലിൽ ഉണ്ട്, പക്ഷേ അത് മുങ്ങിപ്പോകാനുള്ള സാധ്യതയും പറയുന്നു. സിജോ ചേരുന്നുണ്ട്. സിജോ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇപ്പോഴും അതിന്റെ സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. ആളുകളെ മംഗലാപുരത്തേക്ക് എത്തിക്കും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ മറ്റ് 4 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെ നടക്കുന്നു? എന്താണ് നേവിയും കോസ്റ്റ് ഗാർഡും നൽകുന്ന വിവരങ്ങൾ? തന്നെ ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതും ഞെട്ടിക്കുന്നതുമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഈ കപ്പലിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. കാരണം അത് തീ പിടിച്ചു എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പുറത്തുവിട്ട ഫോട്ടോസിൽ ഒക്കെ അത്ര ഗൗരവമായി തീ ചെറിയ രീതിയിൽ പടരുന്നു എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ അതിനേക്കാൾ ഞെട്ടിക്കുന്നതും ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ്. അതായത് ആ കണ്ടെയ്നറുകളുടെ നടുക്കുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും അത് കത്തി അമരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം അതിൽ മറ്റു പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളൊരു വിവരങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മറ്റ് കണ്ടെയ്നറുകളിലേക്ക് കൂടുതൽ തീ പിടിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടുന്ന് പോയിരിക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഷിപ്പുകൾക്ക് ഇതിനോട് അടുത്തോട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം വളരെ വേഗത്തിൽ തന്നെ ഈ തീ അണയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ INS സൂററ്റിനൊക്കെ എത്ര ദൂരത്താണ് എത്താൻ സാധിച്ചത്? ചെറിയ ബോട്ടുകൾക്ക് ഇതിനകത്ത് പരിശോധനയെങ്കിലും നടത്താനുള്ളൊരു സംവിധാനം ഒരുക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ, അല്ലേ? അത്തരം പരിശോധനകളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടുന്ന് പോയിരിക്കുന്ന ഷിപ്പുകൾക്കോ ഒന്നും അതിനോട്ട് അടുത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം സ്ഫോടക വസ്തുക്കൾ പോലെയുള്ള പൊട്ടിത്തെറിക്കാവുന്ന വസ്തുക്കളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് മാത്രമല്ല തീ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനാൽ അപ്പുറത്തേക്ക് ഉയരുകയും ചെയ്യുന്നു. കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് ഈ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് ഏകദേശം നിയന്ത്രണ വിധേയമായെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായും അങ്ങോട്ട് അടുക്കുകയും എന്ന നിലയിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ അത്തരം ഒരു റിസ്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലനിൽക്കുന്നുവെന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനോ ഇതിന്റെ മറ്റ് റിസ്ക് നടപടികളിലേക്ക് പോകുന്നതിനോ ഇതുവരെയും സാധിക്കുന്നില്ല. അതായത് ഈ നിയന്ത്രണ വിധേയത്തിന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കത്തി അമർന്ന് കൂടുതൽ ഇടങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയിൽ നിലയിലാണ് ഉള്ളത്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഉണ്ടായിരുന്ന 18 പേരെയും ഇപ്പോൾ INS സൂററ്റ് ഷിപ്പിലേക്ക് മാറ്റിയിരുന്നു. അവരുമായി മംഗലാപുരത്തേക്ക് ആ ഷിപ്പ് തിരിച്ചിട്ടുണ്ട്. ഏകദേശം 4 മണിക്കൂറിനാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 മണിക്കൂറിനകം ഒരു 10 മണിക്ക് ശേഷം ഈ പരിക്കേറ്റവരുമായി അതിൽ ഒരാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ അയാളും കൂടെ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരന് ഉൾപ്പെടെ 18 പേരുമായും മംഗലാപുരത്തേക്ക് INS സൂററ്റ് തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പരമാവധി ശ്രമത്തിലാണ് ഇപ്പോൾ ഈ ഇവിടുത്തെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഉദ്യോഗസ്ഥരുള്ളത്. നേരത്തെ നമ്മൾ ഇപ്പോൾ പകൽ സമയത്ത് അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു. കാരണം ഈ കടലിൽ നമുക്ക് കാഴ്ചകൾ കൂടുതൽ കൃത്യമാകും. പക്ഷേ രാത്രി ആയതോടുകൂടി കാഴ്ചകൾ മങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു.
അത്തരം ഒരു റിസ്ക് ഫാക്ടർ കൂടുതലായി വരുന്ന സാധ്യതയുണ്ട്. എന്തായാലും പരമാവധി വേഗത്തിൽ ഇത് തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. പക്ഷേ അതിന്റെ ശ്രമങ്ങൾ എങ്ങനെയാണ്? ഇപ്പം സൂറത്ത് ആളുകളെയും കൊണ്ട് തിരിച്ചു പോയെന്ന് മനസ്സിലാക്കുന്നു, ജീവനക്കാരെയും കൊണ്ട്. മറ്റ് ഷിപ്പുകൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ? ഹെലികോപ്റ്റർ മാർഗം ഏതെങ്കിലും രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുകയാണോ? ഈ പൊട്ടിത്തെറിയൊക്കെ ഉള്ളതുകൊണ്ട് അടുത്തേക്കോ ഇല്ലെങ്കിൽ കിലോമീറ്ററുകൾ മാറി നിന്നുള്ള പ്രവർത്തനങ്ങളല്ലേ നടത്താൻ സാധിക്കുകയുള്ളൂ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സ്ഫോടക പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ ഏറെ ഉള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം മാത്രമാണ് അങ്ങോട്ട് കൂടുതലായി അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും INS സൂറത്തിലാണ്, അത് മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് മടങ്ങിയിരിക്കുന്നത്. ഈ ദുരന്ത നിവാരണ വകുപ്പ് എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ? കാരണം ഇത് കത്തുന്നത്, അത് വായുവിൽ പടരുന്നത് ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, കടലിലേക്ക് ഇത് പതിക്കാനുള്ള സാധ്യതയുണ്ട്, ഒരുപക്ഷെ മുങ്ങിപ്പോകാൻ പോലുമുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ കടലിന് എത്രത്തോളം പാരിസ്ഥിതികമായിട്ട് ഏത് തരത്തിൽ ബാധിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് രണ്ടാമത്തെ അപകടമാണ് ഷിപ്പിൽ അടുത്തിടെ ഉണ്ടാകുന്നത്. ഈ എൽസ ഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ തീരത്തോട് കുറച്ചുകൂടി അടുത്തായിരുന്നു. ഇത് ഇത്രയൊരു ദൂരമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ വെള്ളത്തിൽ പോയാലും അത് കരയിലോട്ട് എത്താനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. മാത്രമല്ല, കാലാവസ്ഥ എന്ന് പറയുന്നത് പ്രതികൂല കാലാവസ്ഥയായിരുന്നു. അത്തരം ഒരു ഫാക്ടർ, കാറ്റിന്റെ ഗതിയൊക്കെ അനുസരിച്ച് തീരത്തേക്ക് അടുക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. പക്ഷെ ഇന്ന് അത്രയും കടൽ അത്ര സുരക്ഷിതമായ സാഹചര്യത്തിലല്ല. അത് മാത്രമല്ല, കിലോമീറ്ററുകളോളം ഉണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 140 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത് കേരളത്തിന്റെ തീരത്ത് നിന്ന് ഏറെ ദൂരമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് എന്നുള്ള നിഗമനമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയും കടുത്ത രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമോ മുന്നറിയിപ്പോ നൽകിയിട്ടില്ല. നേരത്തെ ഷിപ്പ് അപകടപ്പെടുന്നത്, കണ്ടെയ്നറൊക്കെ പുറത്തോട്ട് പോകുന്ന സമയത്ത് എറണാകുളം, അതോടൊപ്പം തന്നെ കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിലൊക്കെ അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു റിസ്ക് ഫാക്ടർ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ പൊട്ടിത്തെറിക്കാവുന്ന വസ്തുക്കൾ ഉൾപ്പെടെ അതിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അപകടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വലിയ രീതിയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ പരമാവധി തീ നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം ഷിപ്പിൽ മറ്റ് നടപടികളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുക. എന്തായാലും ഇത് പൂർണ്ണമായും കത്തിയമർന്നിട്ടില്ല. പക്ഷേ നമ്മൾ ആ മധ്യഭാഗത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് മധ്യഭാഗത്ത് നിന്ന് താഴത്തോട്ട് തീ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. മറ്റിടങ്ങളിലേക്ക് പരമാവധി പോകാതെ തീ അണച്ചതിന് ശേഷം ഈ കണ്ടെയ്നറുകൾ മറ്റു സുരക്ഷിതമായ മറ്റു കപ്പലുകളിലേക്കോ മാറ്റാനുള്ള ശ്രമമാണുള്ളത്. അത് പക്ഷേ എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ തവണ MSC എൽസ കപ്പലൊക്കെ അപകടത്തിൽപ്പെടുന്ന സമയത്ത് അന്ന് രാവിലെ വരെ വളരെ പോസിറ്റീവായ രീതിയിലാണ് അതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ വളരെ പെട്ടെന്നാണ് ഈ കാലാവസ്ഥ പ്രതികൂലമാകുകയും ഷിപ്പ് മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തെ വരികയും ചെയ്തത്. ഇതിനും അതിനുള്ള സാധ്യതയാണ്. ശരി സിജോ, തീ അണയ്ക്കാൻ ഇതുവരെ ആയിട്ടുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കപ്പൽ അവിടെ എത്തിയിട്ടുണ്ട്. INS സൂററ്റിൽ ആളുകളെ കയറ്റി രക്ഷാപ്രവർത്തനം സാധ്യമായിട്ടുണ്ട്. അവരെ മംഗലാപുരത്തേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ 4 പേരുടെ കാര്യത്തിൽ ഇതുവരെ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഷിപ്പിന്റെ അടുത്തേക്ക് അടുക്കാനോ ഇല്ലെങ്കിൽ ചെറിയ ബോട്ടുകളിലെങ്കിലും അങ്ങോട്ട് പോകാനോ ഉള്ള ഒരു സാധ്യത പോലും കാണുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഖരവസ്തുക്കളും ദ്രാവകങ്ങളും ഒക്കെ ഉണ്ട് ഷിപ്പിൽ എന്നുള്ള വിവരം നേരത്തെ തന്നെ ലഭ്യമാക്കിയിരുന്നു. അതുകൊണ്ട് കിലോമീറ്ററുകൾ മാറി നിന്നാണ് ഈ INSലേക്ക് ആളുകളെ കയറ്റിയിരിക്കുന്നത്.